ഹലോ ഗായ്സ്, ഇന്ന് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. നമ്മൾ സൗദി വന്നിട്ട് ഇപ്പോൾ ഒരാഴ്ച ആകുന്നു. ഒരാഴ്ചക്ക് ഇടയ്ക്ക് എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ വീട്ടിലെ കിച്ചണിലേക്കുള്ള ഐറ്റംസൊക്കെ കുറച്ച് ഈച്ച മേടിച്ചിട്ടുള്ളൂ. എല്ലാ ഐറ്റംസും ഒന്നും മേടിച്ചിട്ടില്ല. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് രാവിലെ എണീച്ച് ഞാൻ ഇവിടെ ഭയങ്കര തണുപ്പായതുകൊണ്ട് ഞാൻ ചൂടുവെള്ളം വെച്ചിട്ടാണ് കാശി കുടിക്കാൻ. ഹീറ്ററൊക്കെ ഉണ്ട്, മറ്റേ കെറ്റിലൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ ചൂടുവെള്ളം മറ്റേ കാശിക്കുട്ടനെ ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. കാശിക്കുട്ടന് വെച്ചിട്ട് നല്ല ഉറക്കത്തിലാണ്, അല്ലെങ്കിൽ രാവിലെ ഏട്ടൻ എണീക്കുന്നതാണ്. ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് 10, 10:30, 11 മണി വരെ കിടന്നുറങ്ങി കേട്ടോ. കാശിക്കുട്ടനും അല്ലെങ്കിൽ 9:30 മണിയൊക്കെ ആകുമ്പോൾ എണീക്കനാണ്. ഇന്ന് അച്ഛൻ്റെ കൂട്ടത്തിൽ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. നേരത്തേക്ക് ഞാൻ നമ്മുടെ ഈ വാഷ് ബേസിൻ്റെ ഗ്ലാസ്സൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇതൊന്നും നമ്മൾ ക്ലീൻ ആക്കിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഓരോ ദിവസം ഓരോന്ന് ഇച്ചിരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വെള്ളം ചൂടായി, വെള്ളം എടുത്ത് കാശിൻ്റെ ഫ്ലാസ്കിൽ ഒഴിച്ച് വെക്കണം. നേരെ ഞാൻ കാശിക്കൂട്ടിനെ രാവിലെ സമയത്തൊക്കെ ഇടയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പയറ് വെള്ളത്തിലിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ദിവസം കഴിയുമ്പോൾ മുളക്കുമല്ലോ. ഞാൻ ഹനുമാൻ സ്വാമി തന്നാണ് ശക്തി വരും എന്നൊക്കെ പറയുമ്പോൾ ഇതിനകത്തുനിന്ന് 5-6 വാരി തിന്നും കേട്ടോ. ഇതുവരെ വെള്ളം തളിച്ചിട്ട് വെക്കും. അപ്പോൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ മുള വരുമല്ലോ. അതാകുമ്പോൾ അവന് ഉപ്പിട്ടിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവൻ വെറുതെ നാരങ്ങയൊക്കെ ഇട്ട് കൊടുത്താൽ അവൻ കഴിക്കാറുണ്ട് കേട്ടോ. മുഴുവനൊന്നും തിന്നില്ല, ഇച്ചിരിയൊക്കെ തിന്നും. ഒരു 10-20 വായി പറക്കിടും. അങ്ങനെ എടുത്ത് വെച്ചാണ്. പിന്നെ ഞാൻ ഏട്ടനെ എണീച്ചപ്പോഴേക്കും ചായ മേടിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. നേരത്തേക്ക് ഞാൻ അവിടെയൊക്കെ നമ്മുടെ റൂമൊക്കെ ഒന്ന് തുടച്ചിട്ടിട്ടോ. അപ്പോഴേക്കും കാശിക്കൊണ്ട് എണീച്ച് വന്നിട്ടുണ്ട് ഗൈസ്. അന്നേരം ഞാൻ ചൂടുവെള്ളം എടുത്ത് ഫ്ലാസ്കിലുള്ളത് എടുത്ത് കൊടുത്തു. അവനത് കുടിച്ചുകൊണ്ടിരിപ്പുണ്ട്. ഞാൻ പറഞ്ഞാൽ ഞാൻ തുടച്ചുകൊണ്ടിരിക്കുകയാണ്, കാശിക്കുഞ്ഞ് താഴെ ഇറങ്ങരുത്. അവൻ സോക്സ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. അവന് സോക്സ്, സ്വെറ്റർ, ക്യാപ്പ് എല്ലാം വാങ്ങണം. അപ്പോൾ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് ഞങ്ങളിന്ന് പർച്ചേസിങ്ങിൽ പോകുന്നുണ്ട്. പർച്ചേസിങ്ങിൻ്റെ വീഡിയോയുടെ വ്ളോഗ് നമ്മൾ തൊട്ട് മുമ്പത്തെ ദിവസം ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ വീഡിയോ നമ്മുടെ പേജിൽ കയറി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. അങ്ങനെ നമ്മൾ ഫ്ലോറൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. ഈ ഫ്ലോറിൽ നേരത്തെ മുമ്പ് താമസിച്ചിരുന്നവർ മാറ്റ് ഇട്ടിട്ടുണ്ടായിട്ടോ, പഞ്ഞി പോലത്തെ. അപ്പോൾ അത് ഒരിളക്കി പറിച്ചുകൊണ്ട് അതുമ്പോൾ ഒരു വെള്ള കളറിലെ പാടുണ്ട് കേട്ടോ മുറിയിലൊക്കെ. അപ്പോൾ എല്ലാ ദിവസവും തുടച്ചാലേ സെറ്റ് ആവത്തുള്ളൂ. പിന്നെ കാശിക്കുണ്ണിന് എണീച്ച് കഴിഞ്ഞപ്പോൾ കാശിക്കുണ്ണിന് പാലും കോൺഫ്ലെക്സും കൂടി കൊടുത്തിട്ടോ. വേറെ ഒന്നും ഉണ്ടാക്കാൻ ദോശമാവോ ഒന്നും നമ്മൾ മേടിച്ചിട്ടില്ല. അപ്പോൾ അതാണ് 2-3 ദിവസമായിട്ട് കാശിക്കുട്ടൻ രാവിലെ കഴിക്കണം കേട്ടോ. പിന്നെ അതിൻ്റെ കൂടുതൽ ഏട്ടൻ രാവിലെ പോയിട്ട് എന്തെങ്കിലും ഇഡലിയോ എന്തെങ്കിലുമൊക്കെ മേടിച്ചിട്ട് വരും. പിന്നെ നമ്മുടെ ബെഡ്റൂമിലെ സാധനങ്ങളൊക്കെ ഒന്ന് വിരിച്ചിട്ടാണ് കേട്ടോ. നമുക്കൊരു പുതിയൊരു ബെഡ്ഷീറ്റ് വാങ്ങണം, തലോണ കവർ വാങ്ങണം, ഒന്നും മേടിച്ചിട്ടില്ല. അപ്പോൾ എല്ലാം നമ്മൾ ഫ്രൈഡേ ഇന്ന് പോയിട്ട് വാങ്ങും കേട്ടോ. അപ്പോൾ കാശിക്കുട്ടൻ ഇത് വിരിക്കാൻ നേരത്ത് അലമ്പാണ്, അതൊന്ന് കയറി കിടക്കാം. അവിടെ എപ്പോഴും അതെ, നമ്മൾ പുതപ്പ് വിരിക്കാൻ നേരത്ത് ഇങ്ങനെ മുകളിൽ കയറി കിടക്കും കേട്ടോ. അങ്ങനെ പുതപ്പൊക്കെ വിരിച്ച് ഇനി നമുക്ക് ബെഡ്ഷീറ്റ് നല്ല ഭംഗിയുള്ള കാരണം വാങ്ങണം. നമ്മുടെ റൂം നമ്മൾ ഇനി ഡെക്കോറൊന്നും അധികം ചെയ്യുന്നില്ല കേട്ടോ. മിനിമലായിട്ടുള്ള സാധനങ്ങൾ മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒത്തിരി പേര് കമൻറ്റ് ഇട്ടായിരുന്നു, നിങ്ങൾക്കൊരു പുതിയ വീട് കിട്ടിയിട്ടുണ്ടല്ലോ, ഇനിയുമുള്ള ആക്രി മുഴുവൻ കയറ്റി നശിപ്പിക്കും, സാധനങ്ങൾ മൊത്തം വെച്ച് വീട് മൊത്തം ചുമര് മൊത്തം കൊളാക്കും എന്ന് പറഞ്ഞിട്ട്. നിങ്ങളെ പേടിക്കണ്ട, ഞാൻ ഈ വീട്ടിൽ എന്തായാലും അങ്ങനെ സാധനങ്ങളൊന്നും കയറ്റുന്നില്ല, ആക്രി സാധനങ്ങളൊന്നും കയറ്റുന്നില്ല. നല്ല നല്ല സാധനങ്ങൾ മാത്രം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ മിനിമലായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ വെക്കുന്നുള്ളൂ. പിന്നെ ഞങ്ങൾ നമ്മുടെ നമ്മൾ എടുത്തേക്കുന്ന ബിൽഡിങ്ങിൽ തന്നെ മുകളിൽ വേറൊരു സ്പേസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ വേണമെങ്കിൽ പോയിട്ട് എനിക്കതൊരു സ്റ്റുഡിയോ ആക്കി എടുക്കുക, അല്ലെങ്കിൽ അവിടെ വേണമെങ്കിൽ മേക്ക് ഓവർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കിയ സാധനങ്ങളൊക്കെ അവിടെ വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറേ സാധനങ്ങൾ ഇനി വാങ്ങാണ്ട്, ഓർഗനൈസേഴ്സും ഒക്കെ വാങ്ങാണ്ട് കേട്ടോ. കാശിക്കുണ്ട് അങ്ങനെ അച്ഛനും പിള്ളേയും കൂടി ആദ്യമായിട്ട് വന്നിട്ട് പല്ലേക്കുവാണ്. ഇനി ഏട്ടൻ ഫുഡ് മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാൻ പോകണ്ട. അതിനിടയ്ക്ക് നമുക്ക് TV വാങ്ങിച്ചത് ഫിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഏട്ടൻ പോയിട്ട് പൂരിയാണ് മേടിച്ചിട്ടുണ്ടായത്. അപ്പോൾ ഞാൻ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായി കേട്ടോ. മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ടായി കാശിക്കുട്ടിന് കൊടുക്കാൻ. അപ്പോൾ ഞാൻ കാശിക്കുട്ടിനും ഏട്ടനും ഞങ്ങൾക്ക് 3 പേർക്കും കൂടി മുട്ട പുഴുങ്ങിയിട്ടുണ്ടായി. അപ്പോൾ ഏട്ടൻ പൂരി വാങ്ങിച്ചിട്ടുണ്ടായി. അപ്പോൾ അത് കഴിച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ TV മേടിച്ചത് ഫിറ്റ് ചെയ്യണം. ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് നെറ്റ് എടുക്കണം, വൈഫൈ എടുക്കണം. എൻ്റെ ഫോണിൽ നിന്ന് കണക്ട് ചെയ്യാൻ നോക്കിയിട്ട് ഇതുവരെയും പറ്റണില്ല, എന്തോ പ്രശ്നം. അപ്പോൾ TV ഫിറ്റ് ചെയ്യാനായിട്ട് കുറേ സമയം എടുത്തിട്ടോ. കാരണം ഇതിൻ്റെ കൊളുത്തും കോലും സാധനങ്ങളൊക്കെ അവിടെയൊക്കെ ഇപ്പുറത്തൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ പോയി കണ്ടുപിടിച്ച് അതങ്ങനെ ഫിറ്റ് ചെയ്ത്. ഇത് ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കുട്ടിയാണ് കേട്ടോ, ഡുണ്ടു എന്നാണ്, അസ്മിൻ എന്നാണ് ശരിക്കും പേര്, ഡുണ്ടു എന്നാണ് വീട്ടിൽ വിളിക്കുന്നത് കേട്ടോ. കാശിക്കൂട്ടൻ്റെ തൊട്ടടുത്തുള്ള കൂട്ടാണ് അത്. അങ്ങനെ താഴോട്ട് പോവാണ് കേട്ടോ. ഇനി അടുത്ത സാധനം ഞങ്ങൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത്, നമ്മൾ TV ഫിറ്റ് ചെയ്തു. ഇനി നമ്മൾ മിക്സി വെക്കാൻ നമുക്കൊരു സ്റ്റാൻഡ് വേണം കേട്ടോ. പെട്ടെന്ന് ഏട്ടൻ ഇത് എവിടെന്നോ എടുത്തിട്ട് വന്നതാണ്, പെറക്കിക്കൊണ്ട് വന്നതാണ് കേട്ടോ. ഇത് കണ്ടോ ഗൈസ്, ഈ പൂച്ചേനെ, ഇതിൻ്റെ മുഖം നിങ്ങൾ നോക്കിക്കോട്ടോ. എൻ്റെ പൊന്നെ, ഇത്രയും വലിയ പൂച്ചേനെ ഞാൻ ആദ്യമായിട്ട് കാണാം. കഴിഞ്ഞ തവണ വന്നപ്പോൾ പൂച്ചേനെ കണ്ടിട്ടുണ്ടെങ്കിലും, വലിയ പൂച്ചേനെ കണ്ടിട്ടുണ്ടെങ്കിലും മുഖം ഇതുമാതിരി വലിയ സിംഹത്തിനെ പോലെ ഇരിക്കുന്ന പൂച്ചേനെ ഞാൻ ആദ്യമായിട്ട് കാണട്ടെ. ഇതിൻ്റെ മുഖം ഇരിക്കുന്നുണ്ടോ, കവിളൊക്കെ ചാടി തക്കട് മുടനായിട്ടിരിക്കുകയാണ്. ഇവൻ മുകളിൽ കൂടി എങ്ങനെ കയറുകയാണാവോ. നമ്മുടെ തന്നെ ഷീറ്റിൻ്റെ റൂഫിലേക്ക് അപ്പർ സൈഡിലായിട്ട് പോയിട്ടുണ്ട് കേട്ടോ ആശാൻ. പിന്നെ ഞങ്ങൾ ആ താഴേന്ന് ഒരു ഇപ്പോൾ പിടിപ്പിച്ചുകൊണ്ട് വന്ന മിക്സി വെക്കാനുള്ള സാധനം കൊണ്ടുവന്ന് ഫ്രിഡ്ജിൻ്റെ സൈഡിൽ വെച്ചു.
പിടിപ്പിച്ചു. അത് കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ പർച്ചേസിങ്ങിന് പോവാണ്. എന്തെന്നാ 5 റിയാൽ 1 റിയാൽ ഷോപ്പിലൊക്കെ പോയിട്ട് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോയുടെ എന്തൊക്കെ സാധനങ്ങൾ മേടിച്ചു എന്നുള്ളതിൻ്റെ ലിങ്കൊക്കെ നമ്മൾ തൊട്ട് താഴെയല്ല നമ്മുടെ പേജിൽ കയറിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും കേട്ടോ. ഏകദേശം 4 മണി 5 മണി ആയപ്പോഴാണ് നമ്മൾ പോയത്. നമ്മൾ 5 റിയാൽ ഷോപ്പിൽ നിന്ന് കണ്ടാണ് പോയത്, വേറെ ഏതൊരു ഷോപ്പിലാണ് പോയത്. ഇവിടെ 5 റിയാലിൻ്റെയും 10 റിയാലിൻ്റെ ഒക്കെ സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഷോപ്പിൽ കയറിയിട്ടുണ്ടെങ്കിൽ എന്താ ഗുണമെന്ന് വെച്ചാൽ എല്ലാ സാധനങ്ങളും അവിടെ ഉണ്ടാവും എന്നുള്ളതാണ് കേട്ടോ. ഡ്രസ്സ് മുതൽ വീട്ടിലുള്ള ആവശ്യമായ എല്ലാ സാധനങ്ങളും ഉണ്ടാവും കേട്ടോ. ഇലക്ട്രോണിക് ഐറ്റംസ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല, ഈ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീനൊക്കെ ഉണ്ടാവുമെന്ന് അറിയില്ല. അല്ലാതെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ എല്ലാ സാധനങ്ങളും ഉണ്ടാവും കേട്ടോ. ഒരു ഷോപ്പിംഗ് മാളിൽ ഇങ്ങനെ ഏതെങ്കിലും ഒരു ഷോപ്പിംഗ് മാളിൽ കയറിയ എല്ലാ സാധനങ്ങളും ഉണ്ടാവും. ഒരു സ്ഥലത്ത് തന്നെ കയറി നമ്മൾ മടുക്കും കേട്ടോ. 5 റിയാൽ ഷോപ്പ്, 10 റിയാൽ ഷോപ്പ്, 20 റിയാൽ ഷോപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒത്തിരി ഷോപ്പുണ്ട്. നമ്മൾ താമസിക്കുന്നത് ബദിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. അവിടെ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂർ 10-20 മിനിറ്റോ 9 കിലോമീറ്ററോ 10 കിലോമീറ്ററോ അങ്ങനെയാണ് എന്തോ ഒരു കണക്കാണ് ഇവിടേക്ക് വരാൻ. നമുക്ക് തൊട്ടടുത്തുള്ള ഷോപ്പ് ഇതായതുകൊണ്ട് ഇവിടേക്കാണ് ആദ്യം വന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ 1 റിയാൽ ഷോപ്പിൽ പോകണമെന്ന് വിചാരിച്ചു, കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട്. ഡെക്കോർ ഐറ്റംസൊക്കെ 1 റിയാൽ ഷോപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ ഒത്തിരി കിട്ടും കേട്ടോ. അപ്പോൾ പിന്നെ വേറെ കുറച്ച് അടുത്ത് എനിക്ക് അവിടെ നിന്ന് വാങ്ങേണ്ടതുണ്ട്, പക്ഷേ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. ഈ ഷോപ്പിൽ തന്നെ കയറി കുറേ ഐറ്റംസൊക്കെ വാങ്ങിച്ച് കാശിക്കുട്ടൻ്റെ ഈ ഒരു മുയൽക്കുട്ടീനെ മേടിച്ചിട്ടോ. ഇതാണെങ്കിൽ ഇങ്ങനെ ചാടി ചാടി പോണതാണ്. ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതാണോ വീഡിയോക്ക്, അല്ലെങ്കിൽ നോർമലി വീഡിയോ എടുക്കുമ്പോൾ വോയിസ് ഇടുന്നതാണോ നിങ്ങൾക്ക് ഇഷ്ടമെന്നൊന്ന് കമൻറ്റ് ചെയ്ത് പറയണം കേട്ടോ. കാശിക്കുട്ടത് എടുത്ത പാടി അവിടെ നിന്ന് തന്നെ താനെ ചുമന്ന് വണ്ടി വരാൻ ചുമന്നുകൊണ്ട് കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അവൻ റോഡിൽ ആളുകൾ നടക്കണ വഴി കൂടിയൊക്കെ ഇത് അടിച്ചുകൊണ്ട് നടക്കുകയാണ്. പറഞ്ഞിട്ട് കേൾക്കുന്നില്ല കേട്ടോ ഇത് എടുത്തുകൊണ്ടിരാൻ. പിന്നെ പറഞ്ഞത് മുള്ളിൽ കയറി പൊട്ടിപ്പോകുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛനത് എടുത്ത് കൈ പിടിച്ച്, ഞാൻ പിടിക്കാനൊന്നും സമ്മതിക്കില്ല കേട്ടോ. എന്നിട്ട് തന്നെത്താനെ അത് വണ്ടി വരെയും കൊണ്ടുവന്ന് ഡിക്കിയിലൊന്നും വെക്കാൻ സമ്മതിച്ചില്ല. വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിൽ തന്നെ വെച്ച് നേരെ വീട്ടിൽ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ അതാണ് നമ്മുടെ ഒരു ദിവസം അങ്ങനെ പോയത്. ഫ്രൈഡേ ആയിരുന്നു നമ്മൾ ഇറങ്ങിയത്. അങ്ങനെ ഫ്രൈഡേ ഒരു 8-9 മണിയായപ്പോൾ ഞങ്ങൾ വീട്ടിലെത്തി. ഏനപ്പോഴേക്കും ജലദോഷമൊക്കെ പിടിച്ചുകൊണ്ട് പിന്നെ ഞങ്ങൾ 1 റിയാൽ ഷോപ്പിൽ പോയില്ല ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റ ബൈ.